2019 മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതികൾ വരുത്തിയതോടെ ലൈസൻസ് പുതുക്കലിൽ വൻ മാറ്റങ്ങൾ. ലൈസൻസ് എടുക്കുന്നയാളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസിന്റെ കാലാവധി നിർണ്ണയിക്കുന്നതിൽ. അതിലാണ് മാറ്റവും വന്നത്. ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പ് ഇനി ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം. മുമ്പ് 20 വർഷം അല്ലെങ്കിൽ 50 വയസ്സ് വരെയായിരുന്നു ലൈസൻസ് വാലിഡിറ്റി എങ്കിൽ പുതിയ നിയമപ്രകാരം 20 വർഷം അല്ലെങ്കിൽ 40 വയസ്സ് വരെയാണ് വാലിഡിറ്റി ലഭിക്കുക. 40 വയസ്സിന് ശേഷം ലൈസൻസ് വീണ്ടും ഓരോ 10 വർഷം 5 വർഷം വീതം പുതുക്കേണ്ടതുണ്ട്. മുമ്പ് 50 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധം. എങ്കിൽ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ലൈസൻസ് പുതുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകേണ്ടതുണ്ട്. ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ പുതുക്കുകയാണെങ്കിൽ അധിക ഫൈൻ ഉണ്ടാകില്ല. 30 ദിവസത്തിന് ശേഷമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൈകുന്ന ഓരോ വർഷത്തിനും പിഴ തുകയടക്കം അധിക ഫീസ് നൽകേണ്ടി വരും. ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ അപേക്ഷ നൽകിയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ടതില്ല. എന്നാൽ 5 വർഷത്തിന് ശേഷമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വീണ്ടും ടെസ്റ്റ് പാസ്സാകണം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളിലെ ഏറ്റവും പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ വാഹനത്തിനോ ലൈസൻസിനോ പെൻഡിംഗ് ചെലാനുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാതെ ലൈസൻസ് പുതുക്കൽ, അഡ്രസ് മാറ്റൽ തുടങ്ങിയ സേവനങ്ങൾ പരിവാഹൻ പോർട്ടലിൽ ചെയ്യാൻ സാധിക്കില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഡോക്ടർമാർക്ക് നേരിട്ട് പരിവാഹൻ പോർട്ടലിൽ ഈ മെഡിക്കൽ സംവിധാനം വഴി അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ലൈസൻസ് കാലാവധി നീട്ടുന്നതിനൊപ്പം തന്നെ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനും പെർമിറ്റ് പുതുക്കുന്നതിനുമുള്ള നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇത് ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കാനും പേപ്പർ വർക്കുകൾ ഒഴിവാക്കാനും സഹായിക്കും. ലൈസൻസ് ഫീസും പുതുക്കൽ തുകയുമെല്ലാം ഓൺലൈനായി തന്നെ അടയ്ക്കാനും സൗകര്യമുണ്ടാകും. ഈ തീരുമാനം നടപ്പിലാകുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തിൽ കുറവുണ്ടാകുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഓൺലൈൻ സംവിധാനങ്ങൾ വഴി തന്നെ ഫീസ് ശേഖരിക്കുന്നത് തുടരുമെന്നതിനാൽ വരുമാന സ്രോതസ്സും സുരക്ഷിതമായിരിക്കും. ഏതായാലും 2019 വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആളുകൾക്കും 20 വർഷം കാലാവധിയുള്ള ലൈസൻസുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആക്ടിലെ ഭേദഗതികൾ വരുത്തിയതോടുകൂടി ലൈസൻസിന്റെ ആയുസ് കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. ലൈസൻസ് എടുക്കുന്നയാളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് കാലാവധി നിർണ്ണയിക്കുന്നത്. ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.